ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കുക്കുംബർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ അടിപൊളി ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി 2 കുക്കുംബറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട്, കുറച്ച് പുതിനയില, ഒരു നാരങ്ങ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ജാർ എടുക്കുക, എന്നിട്ട് അതിലേക്ക് കുക്കുംബർ ചെറിയ പീസായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കുക്കുംബറിൻ്റെ തൊലി കളയണ്ട, അപ്പോൾ നമുക്ക് ഗ്രീൻ കളർ കിട്ടില്ല നമ്മുടെ ഡ്രിങ്കിന്. ഇതിലേക്ക് കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഒരു നാരങ്ങയുടെ ജ്യൂസ്. ഇനി കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് എത്രയാണോ ജ്യൂസ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഡ്രിങ്കിന്. അപ്പോൾ ഇനി ഇത് ഞാനിപ്പോൾ ഇവിടെ അരിക്കുന്നില്ല. അരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് ഞാനിപ്പോൾ ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. ഇത് കാണാൻ ഭംഗിയുള്ള പോലെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ജ്യൂസിന്. നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്കാണിത്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല റീഫ്രഷിംഗ് ആയൊരു ഹെൽത്തി ഡ്രിങ്കാണ് ഈ കുക്കുംബർ ഡ്രിങ്ക്. ഇനി നമുക്ക് പുതിനയില വെച്ചതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇനി കുക്കുംബർ സ്ലൈസ് ഈ ഗ്ലാസ്സിലൊന്ന് വെച്ച് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായ കുക്കുംബർ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് കുക്കുംബർ. നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്താനും അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാനൊക്കെ കുക്കുംബർ ഒരുപാട് സഹായിക്കും. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കലവറയാണ് കുക്കുംബർ. അപ്പോൾ ഈ ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്